ലോക പൈതൃക ഭൂപടത്തിൽ ഇടം നേടിയ ചിലിയിലെ ഈസ്റ്റർ ഐലൻഡിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ വീണ്ടും എത്തിക്കുകയാണ്. ഈസ്റ്റർ ഐലൻഡിന് സമീപം കടലിനടിയിലുള്ള പഴയ അഗ്നിപർവ്വതങ്ങളുടെ പരിസരത്ത് 160ഓളം ജീവജാലങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. ഇവയിൽ 50 എണ്ണം ശാസ്ത്രലോകത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തവയാണ്, അന്യമാണ്. കാണാം ഈസ്റ്റർ ദ്വീപിലെ കാഴ്ചകൾ. തെക്കുകിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ചിലിയുടെ അധീനതയിലുള്ള ദ്വീപാണ് ഈസ്റ്റർ ഐലൻഡ്. റപ്പാനുയി എന്നാണ് തദ്ദേശീയ നാമം. 13ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ പുരാതന ജനത നിർമ്മിച്ച മോയ് എന്നറിയപ്പെടുന്ന 887 കൽപ്രതിമകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ പ്രദേശത്തിന് ഇടം നേടിക്കൊടുത്തു. അമേരിക്കയിലെ ഷ്മിറ്റ് സമുദ്ര ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ ഈസ്റ്റർ ദ്വീപിലെ സലാസ് ഗോമസ് റിഡ്ജ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്ന് 160ഓളം ജീവികളെ കണ്ടെത്തിയിരിക്കുന്നു. ഇതുവരെ ശാസ്ത്രലോകത്തിന് അന്യമായിരുന്ന 50ഓളം ജീവികളും ഇതിലുണ്ട്. 40 ദിവസം നീണ്ട സമുദ്ര പര്യവേഷണത്തിലൂടെയാണ് മുമ്പ് അഗ്നിപർവ്വതങ്ങളായിരുന്ന കടലിനടിയിലെ കുന്നുകൾക്കു സമീപം ഇവയെ കണ്ടെത്തിയത്. നീരാളി, കണവ, ഞണ്ട്, മത്സ്യം, കൊഞ്ച്, നക്ഷത്ര മത്സ്യങ്ങൾ തുടങ്ങിയവയിലെ പുതിയ ജീവിവർഗങ്ങളെയാണ് കണ്ടെത്തിയത്. ഫോട്ടോസിന്തസിസിനെ ആശ്രയിച്ച് സമുദ്രത്തിൽ ഏറ്റവും ആഴത്തിൽ ജീവിക്കുന്ന റിങ്കിൾ കോറൽ അഥവാ ലെപ്റ്റോസെറിസ് എന്ന ജീവിയും ഇതിൽ ഉൾപ്പെടുന്നു. അപൂർവമായ ജീവജാലങ്ങളെ കണ്ടെത്തിയതിനാൽ ഈസ്റ്റർ ഐലൻഡിലെ സലാസ് ഗോമസ് റിഡ്ജിനെ പാരിസ്ഥിതിക സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.